വസന്ത തെങ്ങുംപള്ളി നോക്കൂ, ഇന്നിപ്പോൾ ചീഫ് സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം മാർച്ച് 1 നടന്ന ചർച്ച ഉദ്യോഗസ്ഥതല ചർച്ച മാത്രമാണ്. ആ ഉദ്യോഗസ്ഥതല ചർച്ചയിൽ ചർച്ച ചെയ്തതാവട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി ഭാവിയിൽ കൂടുതൽ ചർച്ചകൾക്കായി വിവിധ മേഖലകളും വിഷയങ്ങളും യോഗത്തിൽ കണ്ടെത്തിയതിൽ ഒരു വിഷയം മാത്രമാണ്. ഡ്രൈ ഡേ അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക വരുമാനം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അത് പഠിക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിലെന്താ തെറ്റ്? ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ അനുമോന്റെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്ന മൊഴിയും പുറത്തു വരുന്നു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരുടെ ആഭ്യന്തര ചർച്ചയിൽ നടത്തിയിരിക്കുന്ന ഒരു ശബ്ദം മാത്രമാണ് നമ്മൾ കേട്ടിരിക്കുന്ന ശബ്ദരേഖ. അപ്പോൾ ഇത് നനഞ്ഞ പടക്കമായി മാറി. കഴിഞ്ഞ തവണത്തെ ബാർക്കോഴയുടെ നിഴല് പോയിട്ട് തൊട്ടടുത്ത് വരാൻ പോലും വരാത്ത രീതിയിൽ പടക്കമായി അത് ചീറ്റിപ്പോയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് വസന്ത തെങ്ങുംപള്ളി? അല്ല, ഡോക്ടർ അരുൺ, ചീഫ് സെക്രട്ടറി പറയുന്നത് ശരിയാണ്. സാമ്പത്തിക നില ഭദ്രതപ്പെടുത്താൻ വേണ്ടിയും അതിന്റെ ഉന്നമനത്തിനും വേണ്ടി നടത്തിയ ചർച്ചയാണ്. പക്ഷെ അത് സർക്കാരിന്റെ അല്ല, പാർട്ടി നേതാക്കന്മാരുടെയും മന്ത്രിയുടെ കുടുംബത്തിന്റെയുമാണ് എന്നുള്ളത് വ്യത്യാസമുണ്ട്. നോക്കൂ, ഇപ്പൊ ഹസ്കർ എന്താണ് പറയുന്നത്? ഹസ്കർ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ മദ്യനയം, ആ മദ്യനയം മദ്യവർജനമാണെന്നാണ് പറയുന്നത്. നോക്കൂ, എന്തായിരുന്നു ഇവരുടെ കഴിഞ്ഞ സർക്കാർ ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന പരസ്യവാചകം? 4 വീക്കി പരസ്യങ്ങളാണ് അവർ പുറത്തുവിട്ടത്. ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത KPSC ലളിതയും ഇന്നസെന്റും അടക്കമുള്ളവർ വന്ന് പറഞ്ഞു, ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല, ഞങ്ങൾ തുറക്കുന്നത് സ്കൂളുകളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരുടെ മദ്യനയം എന്താണ് എന്ന് പരസ്യം കൊടുത്ത് KPSC ലളിതയും ഇന്നസെന്റിനെയും വെച്ച് പരസ്യം ചെയ്യിപ്പിച്ച് നാട്ടുകാരോട് പറഞ്ഞിട്ടാണ് ഇവർ അധികാരത്തിൽ വന്നത്. അതായത് ഇവരുടെ മദ്യനയം ഞങ്ങൾ തുറക്കുന്നത് ബാറല്ല, ഞങ്ങൾ തുറക്കുന്നത് സ്കൂളാണ് എന്നാണ്. ശ്രീ അരുൺകുമാർ നോക്കൂ, ഇനി സ്കൂളുകളിൽ കൂടെ മാത്രമേ ബാർ തുറക്കാനുള്ളൂ. സർക്കാർ ഒരു തീരുമാനമെടുക്കുകയാണ്, നാളെ എല്ലാ ഗവൺമെന്റ് സ്കൂളിലും ബാർ അനുവദിച്ചേക്കാം എന്ന് തീരുമാനിച്ചാൽ സമ്പൂർണ്ണമാകും. ആ അവസ്ഥയല്ലേ 28 ബാറുകൾ UDF ഇറങ്ങി പോകുമ്പോൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇന്നത് 900-ൽ പരം ബാറുകളാണ്. 2000% വർധനമാണ് ബാറുകളുടെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, മദ്യവർജനത്തിന് ഞങ്ങൾ വലിയ സംഭാവന നൽകിയവരാണ്. ശ്രീ ഹസ്കർ, നിങ്ങളുടെ ഗവൺമെന്റ് കഴിഞ്ഞ വർഷം മദ്യവർജനം വിമുക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് 110 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്. 85 കോടി രൂപ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അറിയാമോ? ഏതെങ്കിലും മദ്യമനെ പിടിച്ച് ക്ലാസ് കൊടുക്കാനോ സെമിനാർ നടത്താനോ ഒന്നുമല്ല. നിങ്ങളുടെ സർക്കാർ 85 കോടി മാറ്റി വെച്ചിരിക്കുന്നത് കൈരളിക്കും ദേശാഭിമാനിക്കും ഒക്കെ പരസ്യം കൊടുക്കാൻ വേണ്ടിയാണ്. വിമുക്തിയുടെ പേരിൽ പരസ്യം കൊടുത്തു. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഓസ്കർ? നോക്കൂ, എന്റെ സുഹൃത്താണ്, ഞങ്ങളുടെ സർക്കാരിന്റെ വിമുക്തിയുടെ ഭാഗമായി ഇയാൾ മദ്യവർജനം എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ മദ്യവർജനമല്ല, സമ്പൂർണ്ണ മദ്യവൽക്കരണമാണ് നിങ്ങളുടെ നയം എന്നത് നിങ്ങൾ അനുവദിച്ച ബാറുകളുടെ കണക്കെടുത്ത് നോക്കിയാൽ കൃത്യമായി മനസ്സിലാകും. പക്ഷേ അപ്പോഴും വസന്ത തെങ്ങുംപള്ളി ഒരു ചോദ്യമില്ലേ? ഇപ്പൊ ചീഫ് സെക്രട്ടറി ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന വിശദീകരണത്തിൽ പറയുന്നത് പോലെ നമ്മുടെ സംസ്ഥാനത്തിന് ധനനഷ്ടം ഉണ്ടാകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇവിടെ ഇന്റർനാഷണൽ കോൺഫറൻസുകൾ വരുന്നില്ല, ഇവിടെ അക്കാദമിക് കോൺഫറൻസുകൾ വരുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു. അതുമൂലം എത്ര നഷ്ടമുണ്ടാകുന്നു എന്ന് ടൂറിസം വകുപ്പ് പഠിക്കേണ്ടതല്ലേ വസന്ത തെങ്ങുംപള്ളി? അങ്ങനെ ടൂറിസം വകുപ്പ് പഠിക്കാനൊരു നിർദ്ദേശം സർക്കാർ കൊടുത്താൽ സെക്രട്ടറി തലത്തിലൊരു ചർച്ചയിൽ ഉയർത്താൻ അതിൽ എന്താ തെറ്റ്? അല്ല, ഒരു തെറ്റുമില്ല ഡോക്ടർ അരുൺകുമാർ. എവിടെയാ പ്രശ്നം അറിയാമോ? മദ്യനയം എല്ലാ വർഷവും പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തുന്ന മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ ഇത്തരത്തിലൊരു സംശയം, ഇത്തരത്തിലൊരു പഠനം വരുന്നിടത്താണ് പ്രശ്നം. എവിടെയാണ് ഇവർ ബഡ്ജറ്റ് വിറ്റ കള്ളൻ മാണി എന്ന് വിളിച്ചത്? മാണി സാർ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അല്ല ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നടത്തിയ മീറ്റിംഗിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് VS അച്യുതാനന്ദൻ നിയമസഭയ്ക്കുള്ളിൽ ബഡ്ജറ്റ് കള്ളൻ മാണി എന്ന് വിളിച്ചത്. ഇവിടെയും അതാണ് പ്രശ്നം. ഇവിടെ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർക്കാർ, അത് ഏത് വകുപ്പും ആയിക്കോട്ടെ, ചീഫ് സെക്രട്ടറിയോ മദ്യനയത്തെക്കുറിച്ചൊരു താങ്കൾ പറഞ്ഞത് ശരിയാണ്. മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ എക്സൈസ് വകുപ്പ് ഉണ്ടായിരിക്കെ അതെന്തിനാണ് ടൂറിസം വകുപ്പിനെ ഏൽപ്പിച്ചത് എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അതാണ് നേരത്തെ ഹസ്കർ സൂചിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങളിൽ സെക്രട്ടേറിയറ്റ് തലത്തിൽ ഒരു പഠനം നടന്നതിന് ശേഷമാണ് അതാത് വകുപ്പുകൾ ഇത് കൈകാര്യം ചെയ്യുക. ഇത് ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടാണ് ചർച്ച ചെയ്യുക. ടൂറിസം വകുപ്പിന് നഷ്ടം എത്ര, അതെങ്ങനെ നഷ്ടമുണ്ടാവുന്നു എന്ന് പഠിക്കാനുള്ള അവകാശം സെക്രട്ടേറിയറ്റിനില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, അവിടെയാണ് ഡോക്ടർ അരുൺകുമാർ ഞാൻ പറഞ്ഞു, ഇതിന്റെ അഴിമതി സാധ്യത നടക്കുന്നത് ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഞാനൊരു തുറന്നു ചോദിക്കട്ടെ, കേരളത്തിൽ ഈ 12 ദിവസങ്ങളിലും ഡ്രൈ ഡേ നടക്കുന്നത് കൊണ്ടും ഈ 11 മണി മുതൽ 12 മണി വരെ ബാറിൽ മദ്യം വിതരണം ചെയ്യാത്തത് കൊണ്ടും എന്തു ഗുണമാണ് ഉണ്ടാവുന്നത് കേരളത്തിൽ? അതും മാറ്റേണ്ടതല്ലേ? അതൊരു ടൂറിസം ഫ്രണ്ട്ലി ആവുന്ന ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ വസന്ത തെങ്ങുംപള്ളി? അങ്ങനെ കാലത്തിനനുസരിച്ച് മാറേണ്ടതല്ലേ? ഡോക്ടർ അരുൺകുമാർ, കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമാണ് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് എന്ന നയമാണ് അങ്ങ് LDF-ന്റെ അടുത്ത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത്.
നമ്മൾ അങ്ങനെയാണോ ടൂറിസ്റ്റുകളെ കാണുന്നത്? അഖിലേന്ത്യാ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ കേരളം കാണാൻ എത്തുന്നവൻ ഇവിടെ കള്ളു കുടിക്കാൻ വേണ്ടി മാത്രമാണ്. 12 മണിക്ക് ശേഷമാണ് അവൻ കള്ളു കുടിക്കാൻ തീരുമാനിക്കുന്നത്. ഫിലിപ്പോസ് മറുപടി, കേരളത്തിലേക്ക് ശ്രീ ഫിലിപ്പോസ് പടിക്കൽ മറുപടി. കേരളത്തിൽ കാണാൻ എത്തുന്ന മനുഷ്യരെ മദ്യപിക്കാൻ വേണ്ടി എത്തുന്നു എന്നുള്ളത് വിഡ്ഢിത്തമല്ലേ എന്നാണ് ചോദ്യം. അതെ, എനിക്കതിന് മറുപടി പറയാനുള്ള കേരളമെന്നല്ല, ഏത് സ്ഥലത്തും പോകുന്ന ടൂറിസ്റ്റുകളെ അവിടെ ചെന്ന ആദ്യം അന്വേഷിക്കുന്നത് അവർക്ക് എൻജോയ്മെൻറ്റ് അല്ലെ എൻ്റർടൈൻമെൻറ്റ് എന്ന മദ്യം ഷാപ്പാണ്. ബീവറേജസ് ഇവിടെ പൂട്ടിയിട്ടിരുന്ന് കഴിഞ്ഞാലും ഈ വരുന്നവരെ ചിലപ്പോൾ കൊണ്ടുവന്നിരിക്കാം, പക്ഷേ അതുകൊണ്ട് ഒരു നേട്ടവും ഈ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഈ അന്നത്തെ ഈ കച്ചവടം 1-ാം തീയതി ഫ്രൈഡേ ആയിക്കഴിഞ്ഞാൽ അന്ന് ആരും വരാതിരിക്കത്തുമില്ല. വന്നാൽ തന്നെ അവരെ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. ഈ അടച്ചിട്ടത് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. അന്ന് ഇഷ്ടം പോലെ മദ്യം ഇവിടെ ഒഴുകുന്നുണ്ട്. ഇരട്ടി വില കൊടുത്ത് 1000 രൂപയുടെ മദ്യത്തിന് 2000 കൊടുത്ത ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ അദ്ദേഹത്തെ ഈ രാഷ്ട്രീയമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. LDF-ഉം UDF-ഉം രാഷ്ട്രീയം വെറുതെ സർക്കാരിനെ ഒരു മുൾമുനയിൽ നിർത്താനോ അല്ലെങ്കിൽ അവരൊക്കെ ഒരു കുറ്റം കണ്ടുപിടിക്കാനോ ആരോപണം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പറയുന്നത്. അല്ലാതെ എല്ലാവരും മദ്യപിക്കുന്നതാണ്. മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട്, ഇവർ വാങ്ങുകയും ചെയ്യുന്നുണ്ട്, കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മദ്യനയത്തിന് ട്രൈഡേ മാറ്റി ഒരു ട്രൈഡേയും വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ആരോപിക്കുന്നു, അല്ലാതെ വേറെ ഒരു കാരണം കണ്ടുപിടിക്കുന്നു. അല്ലാതെ സാധാരണ മദ്യം ഉപയോഗിക്കുന്നവർക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ടോ ഗുണം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതല്ല. ഒരു ദിവസം മാത്രം ഫ്രൈഡേ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അടച്ചിട്ടത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. മദ്യപിക്കാനുള്ളവർ മദ്യപിക്കും, സാമ്പത്തിക ശേഷിയുള്ളവർ നേരത്തെ വാങ്ങിച്ചു വെക്കും, അല്ലാത്തവർ ഇരട്ടി വില കൊടുത്ത് വാങ്ങും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു നേട്ടം ഉണ്ടാകുന്നില്ല. കാലത്ത് മദ്യനയത്തിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കുന്നത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള സ്വാർത്ഥ ചിന്ത കൊണ്ട് മാത്രമാണോ, അതല്ല വിശാലമായ അർത്ഥത്തിലാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. Debate with Arun Kumar.